തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിന് പല മാർഗങ്ങളാണ്. പോസ്റ്ററും ചുവരെഴുത്തിനുമപ്പുറം പാരഡി പാട്ടുകൾ എല്ലാം പ്രചാരണത്തെ കളറാക്കും. എന്നാൽ ഇക്കുറി മറ്റൊരു വ്യത്യസ്ത പ്രചാരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഔഷധിയുടെ ചെയർമാൻ കൂടിയായ ശോഭന ജോർജ്. വ്യത്യസ്തമായ പ്രചാരണ മാർഗം വേണം. ദിവസങ്ങളോളമുള്ള ആലോചന ഒടുവിൽ തീരുമാനത്തിലേക്കെത്തി. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ റീൽസ് തന്നെ ഒരുക്കാൻ ശോഭന ജോർജ് തീരുമാനിച്ചു. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ പ്രചാരണത്തിന് ചെഞ്ചോര ചാലിച്ച് ശോഭന ജോർജിന്റെ ഹ്രസ്വ പ്രചാരണ വീഡിയോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതുപക്ഷമെന്ന് വിശദമാക്കുന്ന വീഡിയോയിൽ ശോഭന ജോർജും കുടുംബാംഗങ്ങളുമാണ് അഭിനയിച്ചിരിക്കുന്നത്. മകളും കൊച്ചുമകളും തുടങ്ങി 7 പേരും സ്ത്രീകൾ. റീലാവുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നതിനെക്കാട്ടിലും ഒരു ഇഫക്റ്റ് ഉണ്ടാകും. ഇപ്പൊ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റീല് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് നന്നാകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം വെച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുടരണം പിണറായി എന്ന പേരിൽ തയ്യാറാക്കിയ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇടതുപക്ഷത്തിനു വേണ്ടി പ്രചാരണ വീഡിയോയുമായി എത്തുമ്പോഴും BJPയുടെ ഫ്ലെക്സ് ബോർഡിൽ ലീഡറുടെ ഫോട്ടോ ഉപയോഗിച്ചതിൽ കടുത്ത അമർഷമാണ് ശോഭന ജോർജിനുള്ളത്. അദ്ദേഹത്തെ പിന്നെ ഇപ്പോൾ എടുത്ത് ഈ ഫ്ലെക്സ് ബോർഡുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് അങ്ങേയറ്റത്തെ ഒരു ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ഇതുപോലൊരു വേദിയിൽ അത് എനിക്കത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനത് പറഞ്ഞു. 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റേത് കരുത്തായ സ്ഥാനാർത്ഥികളെന്നും ഇടതുമുന്നേറ്റം ഉറപ്പെന്നും ശോഭന ജോർജ് പറയുന്നു. 24 തൃശൂർ.